നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളം ഇന്നൊരു വലിയ വിസ്ഫോടനത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സന്ദർശിച്ച മഹാമണ്ഡലേശ്വർ, ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദവനം ഭാരതി സ്വാമിജി, അദ്ദേഹവും പറഞ്ഞത് ഇതേ വാക്യമാണ്. കാര്യം കേരളം ഒരു വിസ്ഫോടനത്തിന്റെ വക്കിലാണ്. ഏത് സമയം വേണമെങ്കിലും കേരളത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകാം. അത് അദ്ദേഹം പറഞ്ഞതിന് വലിയൊരു അർത്ഥമുണ്ട്. കാര്യം അങ്ങനെയാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മൾ കാണുന്നത്. ഇന്ന് കേരളം ഉണരുന്നത് ഓരോ ദിവസവും അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്നൊരു പ്രാർത്ഥനയോടെയാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇതിൻ്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലഹരിയുടെ പിടിയിലാണ് കേരളം എന്ന്. ഈ ലഹരി വരുത്തി വയ്ക്കുന്ന വിനകൾ അത് പറയാതെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവകരമായൊരു ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് ഇതിനൊക്കെ മറുപടി പറയാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അഡ്വക്കേറ്റ് VK മഞ്ജു, കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ കൂടിയാണ്. മഞ്ജുജി, സ്വാഗതം. ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കേരളം ഇന്നിപ്പോൾ ഓരോ ദിവസവും നമ്മളൊക്കെ ഉണരുന്നത് ഇന്ന് അരുതാത്തതൊന്നും സംഭവിക്കരുതേ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കേൾക്കേണ്ടി വരരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. കാര്യം അങ്ങനത്തെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഈ 2025 അങ്ങോട്ട് പിറന്നത് മുതൽ നമ്മൾ നിത്യേന കേൾക്കുന്ന വാർത്തകൾ ഇന്ന് വരെ നമ്മൾ കേട്ട് ശീലിക്കാത്ത വാർത്തകളാണ്, ഇല്ലേ? സഹോദരിയുടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുന്ന ഒരാൾ, മറുഭാഗത്ത് വീട്ടിലുള്ള എല്ലാവരെയും അടിച്ചു കൊല്ലുന്ന ഒരാൾ, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ കൊല്ലുന്ന സഹപാഠി, ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഡ്രഗ്സ് എന്നുള്ള ഒരു കാര്യം നമ്മൾ കുറേ കാലമായി പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു വിപത്ത് എത്രത്തോളമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് കേരളത്തിന് സംഭവിച്ചത്? എന്താണ് കേരളം ഇങ്ങനെ ഒരു ഡ്രഗിന് അഡിക്റ്റ് ആയിപ്പോയത്? ഇങ്ങനെ ഒരു സംസ്ഥാനത്തിലേക്ക്, മറ്റൊരു സംസ്ഥാനത്തിലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും തീവ്ര രീതിയിൽ ഇപ്പോൾ വാർത്തകൾ ഇടം പിടിക്കുന്നുണ്ടെന്ന്. ഇത് വളരെ ഗൗരവമുള്ളതും ഗഹനമായിട്ടുള്ള ഒരു ചോദ്യമാണ് സനോജി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഭാരതത്തിലെ ഇപ്പോൾ ഡ്രഗ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെട്ടിരുന്നതെല്ലാം പഞ്ചാബൊക്കെയാണ്. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ആ കിരീടമൊക്കെ എടുത്ത് നമ്മുടെ തലയിൽ അണിഞ്ഞ് നമ്മൾ 1ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ട്. 2024 മൊത്തം NDPS കേസസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 27,000-ലധികമാണ്. അപ്പോൾ പഞ്ചാബിൽ തന്നെ അത് 9,000 ചില്ലാനും കേസുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം കേസുകൾ ഇവിടെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം ലഹരിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാര്യം നമുക്കത് പല ആംഗിളിൽ നിന്ന് ഡിസ്കസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ആരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ലഹരിക്ക് അടിമയാകുന്നത്? പ്രത്യേകിച്ചും മുതിർന്നവരാണെങ്കിൽ പോട്ടെ, ഒരു പ്രായം ചെന്നവരാണെങ്കിൽ പോട്ടെ, കൗമാരക്കാരും കുട്ടികളും ഒരു 10 വയസ്സ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി കൗമാരക്കാരും യുവജനതയും എന്തുകൊണ്ട് ഇത്രത്തോളം ലഹരിയിൽ ആസക്തരായിട്ട് സമൂഹത്തിന് അടിമപ്പെട്ട് സമൂഹത്തിന് ഇത്രയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിനാണോ പാളിപ്പോകുന്നത്, കുടുംബത്തിനാണോ പാളിപ്പോകുന്നത്, അതോ ഭരണകൂടത്തിനാണോ പാളിപ്പോകുന്നത്, അതോ എല്ലാവർക്കും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് തന്നെ ഒരു ഉത്തരം കണ്ടെത്തേണ്ട അതിൽ നിന്ന് തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കുടുംബത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പല കുടുംബങ്ങളും നമുക്ക് ഇന്നിപ്പോൾ അറിയാം, എല്ലാവരും ഒരു വല്ലാത്ത അവസ്ഥയിൽ പോവുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ഈ വീട്ടിലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു യുവതലമുറയെ നോക്കാൻ മുതിർന്ന ആൾക്കാർ കുറേ പേർ വീട്ടിലുണ്ടാകുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. തിരക്ക് പിടിച്ച അച്ഛൻ, മറ്റൊരു ജോലിയുമായി തിരക്ക് പിടിച്ച അമ്മ, ഇതിനിടയിൽ കുഞ്ഞുങ്ങളുടെ കാര്യം അവർക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇവർ എവിടെയൊക്കെ എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ ഇവരെ ആരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നു എന്നുള്ളത് പോലും ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം? കാര്യം ഇത് പല വിധത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതൊരു റീസൺ ആണോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. വൺ ഓഫ് ദി റീസൺസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അത് മാത്രമാണ് ഒരു എക്സ്ക്ലൂസീവ് റീസൺ എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. കാര്യം സമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു പരിണാമം പോലെ കുടുംബ വ്യവസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഒരു പരിണാമം എന്ന് പറയുന്നതും ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് സാധ്യമല്ല. അപ്പം അങ്ങനെയാണത് ഗ്രാജുവലി നോർമലി അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അണുകുടുംബങ്ങളിലേക്കും അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു ചെറിയ യൂണിറ്റിലേക്കുമായിട്ട് മാറുന്നത്. അപ്പം ട്രാൻസിഷൻ എന്ന് പറയുന്നത് അത് സ്വാഭാവിക ക്രമത്തെ സംഭവിച്ചതായതുകൊണ്ട് നമുക്കെല്ലാം അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അവിടെ മാത്രമല്ല അത് പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ലഹരി എന്ന് പറയുന്നത്
അത് ആരും അറിയാതെ വളരെ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമല്ല. അത് സംഭവിക്കുന്നതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാര്യം അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഇതാരാണ് ഈ ഡ്രഗ് പെഡ്ലേഴ്സ്, ഇതിൻ്റെ വിക്ടിംസ് ആയിട്ട് വരുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് ആരാണെന്ന് എടുക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഇവോൾവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതൊന്നും ഒരു ആസൂത്രണവും ഇല്ലാതെ പെട്ടെന്ന് സമൂഹത്തിന് ലഹരി കീഴടക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക റീജിയണെ, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെ മാത്രം ലഹരി കീഴടക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഏത് സ്ഥലവാസികളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഒക്കെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു അഭാവം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ, അല്ലെങ്കിൽ വൈകുന്നേരം ഒപ്പം ഇരുന്ന് സന്ധ്യാനാമം ജപിക്കാനുള്ള ഒരാളുടെ അഭാവമോ, അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനുള്ള ആളൊക്കെ ഇല്ലാതെ. കാര്യം പണ്ട് കാലങ്ങളിലും ഇതുപോലെ അച്ഛനും അമ്മയും തിരക്കായിരുന്നാലും ഈ ഒരു കൗമാര പ്രായത്തിലൊക്കെ എത്തിക്കഴിയുമ്പോൾ പെൺകുട്ടികളെ ഒറ്റയ്ക്കൊന്നും ഇരുത്താറില്ല. വീട്ടിലെ അമ്മുമ്മമാരോ അപ്പൂപ്പനോ ആരെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇവരൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇന്റർനെറ്റിലും മറ്റൊരു ലോകത്താണ്. അപ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള അറിവുകൾ അവർക്ക് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് പുറത്തുനിന്നുള്ള. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നവരാണ്, ഇവരെ ടാർഗറ്റ് ചെയ്താൽ നമ്മുടെ ബിസിനസ് നടക്കുമെന്നുള്ള ഒരു ഗ്രൂപ്പ് മറുഭാഗത്ത് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവുകയാണ്. അല്ല, അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ വളർന്നൊരു ജനറേഷൻ മുതൽ തന്നെ എല്ലാവരും രണ്ട് പാരൻസും ഡ്യുവൽ വർക്കിംഗ് പാരൻസിന്റെ കുട്ടികളായി തുടങ്ങി. കാര്യം അച്ഛനോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ തന്നെയാണെങ്കിൽ അമ്മമാരും വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മുടെ കുട്ടികളും അതെ. ഇപ്പം ഈ 2000 കിഡ്സ് എന്ന് പറയുന്ന 2K കിഡ്സ് എന്ന് പറയുന്ന അവരുടെ മാതാപിതാക്കളാണെങ്കിലും വർക്ക് ചെയ്യാണ്. അപ്പം നമ്മുടെയും രണ്ടുപേരും വർക്കിംഗ് പാരൻസ് ആണ്. പക്ഷെ നമുക്ക് അന്നുണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് നല്ല ശിക്ഷണം കിട്ടി, നല്ല ട്രെയിനിങ് കിട്ടി, നമ്മുടെ സ്കൂൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ അച്ചടക്കത്തോടുകൂടി വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധയോ ഒരു പരിചരണമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ തരാൻ അവർ വിട്ടുപോയാൽ തന്നെ കുട്ടികളിലുള്ള നേരിയ വ്യത്യാസം തന്നെ തിരിച്ചറിഞ്ഞ് അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിൽ കുട്ടികളെ നിർത്തി ആ മാർഗനിർദ്ദേശം തരാനൊന്ന് സാധിക്കുമായിരുന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നത് അതിൻ്റെ അശാസ്ത്രീയമായ പരിഷ്കരണം കാരണം വന്ന ഒരു ബുദ്ധിമുട്ടിന്റെ ഇരകൾ എന്ന് പറയുന്നത് തന്നെയും കുട്ടികളാണ്. അല്ല, അത് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന അശാസ്ത്രീയമായ പരിഷ്കരണമാണ് ഈ രീതിയിലേക്ക് കുട്ടികളെ വഴിമാറ്റി ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം പിന്നെ അവർക്ക് ആരാണ് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനുള്ളത്? സ്കൂളിൽ ഇപ്പോൾ മദ്യപിച്ച് ക്ലാസ്സിൽ വന്നിരുന്നാലും അറിയാൻ പറ്റുന്നില്ല, ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് വന്നിരുന്നാലും അറിയാൻ പറ്റുന്നില്ല. അതേസമയം ഒരു അധ്യാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് വിദ്യാർത്ഥിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരിക്കും. നമുക്ക് നമ്മുടെ അധ്യാപകരോട് ഉണ്ടായിരുന്ന ഒരു ആദരവോ അല്ലെങ്കിൽ ഒരു വിനയമോ അതൊന്നും ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കയ്യിലില്ല. അപ്പോൾ അധ്യാപകർ തന്നെ നല്ലതാണ്, അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള സൗഹൃദമൊക്കെ ആകാം, ഒരുമിച്ച് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷെ മിനിമം നമ്മളൊരു ഗുരുസ്ഥാനീയനെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ആദരവ് വേണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ തന്നെ മനസ്സിലോ ആ ബഹുമാനമല്ല നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ ചെറുതിലേ പറഞ്ഞു പഠിക്കുന്ന എന്താണ്, വേറെ ഒന്നുമില്ലെങ്കിലും ഗുരുത്വം വേണം. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ഒരു സ്കൂളിൽ നടന്ന അക്രമത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അന്ന് അതേ സ്കൂളിലെ ഒരു പഴയ അധ്യാപിക രോക്ഷാകുലയായി സ്കൂളിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ടിവിയിലൂടെ. അന്ന് അവർ പറഞ്ഞത് എന്ന് അധ്യാപകർ ഈ വടി താഴെ വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടായോ അന്നത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ രംഗം നശിച്ചു. വീണ്ടും വടിയെടുക്കണം, വടിയെടുത്ത് തന്നെ പിള്ളേരെ അങ്ങനെ തന്നെ വളർത്തണം എന്നുള്ള ഒരു രീതിയിലാണ് അവരന്ന് ചാനലുകൾക്കൊക്കെ ബൈറ്റ് കൊടുത്തത്. ശരിക്കും നമ്മുടെ ആ വിദ്യാഭ്യാസം അങ്ങനെ തിരിച്ചു പോകണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? കാര്യം ഈ എല്ലാം മാറുന്ന കൂട്ടത്തിൽ പഴയതൊക്കെ മാറാൻ സ്മാർട്ട് ക്ലാസ്സസിന്റെ കാലമാണിന്ന്. അപ്പോൾ അതിലേക്ക് ഈ വടിയും ഇതൊക്കെ വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ടോ? ഒരു നല്ല സമൂഹത്തിന് അച്ചടക്കം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സമൂഹമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ അച്ചടക്കം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലാണ്. നമുക്ക് കതിരി കൊണ്ട് വളം വയ്ക്കാൻ പറ്റില്ല. 18 വയസ്സ് തികഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വയസ്സ് തികഞ്ഞിട്ട് ഒരാൾ സ്വയം അച്ചടക്കം ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളത് പറ്റില്ല. അപ്പം ഇതിൻ്റെ വിത്തുകൾ പാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ തന്നെയാണ്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ അയക്കുന്നത് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ അതാണ്. അപ്പോൾ കൃത്യസമയത്ത് അവർ ആ ക്ലാസ്സിൽ ഇരിക്കാൻ പഠിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നു, പിന്നെ ബാക്കി ഒരുപാട് സോഷ്യൽ സ്കിൽസ് ഉണ്ട്. അവർ ഭക്ഷണം ഷെയർ ചെയ്യണം, എങ്ങനെയാണ് കൂടെ ഇരിക്കുന്ന ആളോട് സംസാരിക്കേണ്ടത്, ഒരാളൊരു ആപത്തിൽപ്പെട്ടാൽ എങ്ങനെയാണ് സഹായിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട അതിനുവേണ്ടിയാണ് കാര്യം. പിന്നെ വീട്ടിൽ വന്നാൽ അവർക്ക് വിശ്രമിക്കാനും പിന്നെ ഉറങ്ങാനും അത്യാവശ്യം പാരൻസുമായിട്ട് സംസാരിക്കാനും ഉള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വലിയൊരു കാര്യം
ചെയ്യുന്നതിൽ നിന്ന്. കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അധ്യാപകരുമായിട്ട് പരിചയമുണ്ട്. കാര്യം അപ്പോൾ അവരെല്ലാം അവരുടെ വേദന എന്നോട് ഷെയർ ചെയ്യാറുമുണ്ട്. കാര്യം ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഈ കുട്ടികളെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പറയാൻ പറ്റില്ല. 2 കാരണം. ഒന്ന്, ഈ കുട്ടി പോയി എവിടെ കേസ് കൊടുക്കും എന്നറിയില്ല. ഇനിയിപ്പോൾ ഏത് ബോഡിയിലാണ് കേസ് കൊടുക്കുക? CWCയിൽ പോയി കേസ് കൊടുക്കുമോ, ചൈൽഡ് ലൈനിൽ പോയി കൊടുക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം ഒരുപാട് കാര്യങ്ങളെടുത്ത് വളരെയധികം എക്സ്പോസ്ഡ് ആണ്. കുട്ടികളെല്ലാം അവരുടെ റൈറ്റ്സിനെ പറ്റി വളരെയധികം ബോധവാന്മാരാണ്. പക്ഷേ അതേസമയം തന്നെ അവരുടെ ഡ്യൂട്ടീസിനെ, റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അവർ ബോധവാന്മാരുമല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര രോഷാകുലരാവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിലും ഇവർ ഈ അധ്യാപകനെ പറ്റി പോക്സോയിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതം ബുദ്ധിമുട്ടിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പല അധ്യാപകരും കുട്ടികളെ ശാസിച്ച് ശിക്ഷിച്ച് വളർത്താനുള്ള റിസ്ക് എടുക്കുന്നു. എന്തെങ്കിലും പോകണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ട് അവരും എത്തി. അതിൻ്റെ ഒരു ദോഷം നല്ലപോലെയുണ്ട്. കാര്യം പലപ്പോഴും എന്താന്ന് വെച്ചാൽ വീട്ടിലൊരു അമ്മയോ അച്ഛനോ പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇമ്പാക്റ്റും ഒരു ഇൻഫ്ലുവൻസും ഒരു അധ്യാപകൻ പറയുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജനറേഷൻ അതെല്ലാം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, ഈ അഡോളസൻസ് ഏജിൽ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരായിരുന്നു നമ്മുടെയൊക്കെ ജനറേഷനിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് പ്രാപ്തരായ എത്ര അധ്യാപകർ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളതൊന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. ഇപ്പൊ മഞ്ജുജി പറഞ്ഞു പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിൽ പോയി രക്ഷകർത്താക്കളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള. ഇതിൽ എത്ര പേർ ഇന്ന് രക്ഷകർത്താക്കളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാര്യം വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും രാത്രിയിലും 4 മൊബൈലിൽ അഭയം കണ്ടെത്തുന്നവരായിരിക്കും ഈ 4 പേരും. അങ്ങനെ വരുമ്പോൾ ഒരു ഫാമിലി എന്താണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ എങ്ങനെയാണ്, മക്കളുമായിട്ട് അവരെങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, ഇതൊന്നും ഇവർ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു ആഴത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരാണ് സ്വന്തം അമ്മയെ ചുറ്റിക എടുത്ത് തലക്കടിക്കുകയും അച്ഛനെ കുത്തിക്കൊല്ലാനും ഒക്കെ അവർക്ക് അതിനുള്ളൊരു മനസ്സുണ്ടാകുന്നത്, അല്ലേ? ഇത് പറഞ്ഞത് 100% ശരിയാണ്. കാര്യം ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് എന്ത് ബന്ധത്തിൽ ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ പറയും, കുടുംബത്തിൽ സ്പെൻഡ് ചെയ്യേണ്ട ക്വാളിറ്റി ടൈമിനേക്കാളും ഉപരി നിങ്ങൾ വഴക്ക് കൂടാനാണെങ്കിൽ ഒന്ന് സംസാരിക്കൂ എന്ന് നമുക്ക് പല വീട്ടുകാരോടും ചെല്ലുമ്പോൾ നമുക്ക് പറയാം. പല വീട്ടിലും മിണ്ടാട്ടമില്ല. കാര്യം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ അനുഭവത്തിൽ പല വീടുകളിലും ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും അടങ്ങുന്ന ഒരു വാട്സപ്പിലൊരു ഫാമിലി ഗ്രൂപ്പാണ്. ആ ഫാമിലി ഗ്രൂപ്പ് വഴിയാണ് അവർ പോലും ബന്ധപ്പെടുന്നത്. അതായത് മകള് മുകളിലിരിക്കും, മുകളിലത്തെ നിലയിലിരിക്കും, മകൻ മുകളിലത്തെ നിലയിലിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിക്കാൻ വരൂ എന്നീ ഗ്രൂപ്പിലാണ് മെസ്സേജ് ഇടുന്നത്. അപ്പൊ എനിക്കിപ്പോ വേണ്ട എന്നുള്ള റിപ്ലൈ അതിനകത്താണ് വരുന്നത്. അപ്പൊ അത്ര പോലുമുള്ള ആശയവിനിമയം കുടുംബങ്ങളിൽ അല്ല. ഈ ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ പല അച്ഛനമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവര് ഗ്രോണപ്പ് ആയി, ഇനി അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം എന്ന്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ആ സ്റ്റേജിൽ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? സനുജി, വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാര്യം ഞാൻ നിരന്തരമായിട്ട് കുട്ടികളുമായിട്ട് സമ്പർക്കത്തിലാവുമ്പം സ്കൂൾസിലും കോളേജസിലും നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാനും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ തിടുക്കത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുക്കും. ഒരുപക്ഷെ അതൊരു പാർട്ട്ണർ സെലക്ഷനെ പറ്റിയായിരിക്കും. 14 വയസ്സോ 15 വയസ്സിലോ ഉള്ളപ്പോൾ ശിഷ്ടകാലം എൻ്റെ കൂടെ ആര് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കും. ഈ ലഹരിയൊക്കെ അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിനുമായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ തലച്ചോറിന്റെ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുറകിൽ നിന്ന് മുന്നിലേക്കാണ്. തലച്ചോറിന്റെ പുറകിൽ നിന്ന് മുന്നിലേക്കാണ് വികസിച്ച് വരിക. ധാരാളം ന്യൂറോണൽ കണക്ഷൻസും നെറ്റ്വർക്ക്സും ഉണ്ടാകും. അത് നമ്മൾ എങ്ങനെയാണോ ഒരു പുൽത്തകിടിയിലെ ചെടി വെട്ടിക്കളഞ്ഞ് പ്രൂൺ ചെയ്യുന്നത്, അതുപോലെ ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം നമ്മൾ കളഞ്ഞ് ഉപയോഗമുള്ളത് മാത്രം നിലനിർത്തി വളരെ ഫോക്കസോടുകൂടി ആവശ്യമുള്ളത് സ്ട്രോങ് ആയിട്ട് വരും. അത് പുറകിൽ നിന്ന് മുന്നിലേക്ക് വികസിച്ച് വരിക. അപ്പൊ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുക. അത് ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം പോയി ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ പുറകിലത്തെ ഭാഗം ആദ്യം വളർച്ചയെത്തും. നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഏറ്റവും അവസാനമാണത് അതിന്റെ വികാസം പൂർണ്ണമാവുക തലച്ചോറിന്റെ. അപ്പൊ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലാണ് ഒരാളുടെ ഒരു ചിന്താ പദ്ധതി, അയാളുടെ ചിന്താധാര, റീസണിങ്ങിൻ്റെ എബിലിറ്റി, ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ വരായക, എന്ത് കോൺസിക്വൻസ് ഉണ്ടാകും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൗമാരക്കാരെ ഇങ്ങനെ പറയാം, ഒരു കൗമാരക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേറ്റർ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തതും എന്നാൽ ബ്രേക്ക് പകുതി മാത്രം ഡെവലപ്പ് ചെയ്തതുമായിട്ടുള്ള ഒരു വാഹനം എങ്ങനെയാണോ അങ്ങനെയാണ്. ആക്സിലറേറ്റർ അവന്റെ പൂർണ്ണമായിട്ടും വളർന്നു. കാര്യം പുറകുവശത്ത് എല്ലാ ന്യൂറൽ കണക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ എല്ലാ കാര്യവും ചെയ്യാനുള്ള എന്തൂസിയാസവും ഉത്സാഹവും അത്യുത്സാഹവും കൗമാരക്കാരനുണ്ടാവും. എന്ത് ചോദിച്ചാലും ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയും. പക്ഷേ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയാനുള്ള ബ്രേക്ക് അവന് പാർട്ട്ലി ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. അപ്പൊ ഫുള്ളി ഡെവലപ്ഡ് ആക്സിലറേറ്ററും പാർട്ട്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കുമാണ് ഒരു ടീനേജർക്കുള്ളത്. ശരിക്കും പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ വളർച്ച കംപ്ലീറ്റ് ആകുന്നത് ഒരു 20 തുടങ്ങി 25 വയസ്സിന്റെ മധ്യത്തോടു കൂടിയാണ്, മിഡ് 20s ഒക്കെ ആകുമ്പോഴാണ്.
ആ സമയം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതൊന്ന് വൈകിപ്പിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇവിടെയാണ് നമുക്ക് ഗുരുസ്ഥാനീയരുടെ, ടീച്ചേഴ്സിന്റെ, മാതാപിതാക്കളുടെ, മറ്റു മുതിർന്നവരുടെ, നമ്മളെ ശരിയായി ഗൈഡ് ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാരുടെ, മെന്റേഴ്സിന്റെയൊക്കെ ആവശ്യം. ഇവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, ഞാൻ എടുക്കുന്നൊരു തീരുമാനം, ഞാൻ എൻ്റെ 18കളിൽ എടുക്കുന്നൊരു തീരുമാനം ശരിയോ തെറ്റോ ആവാൻ സാധ്യതയുണ്ടോ. അങ്ങനെയുള്ള നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള, നമ്മളോട് അനുകമ്പയും സഹാനുഭൂതിയും സ്നേഹവും അൺകണ്ടീഷണൽ റിഗാർഡുമുള്ള ആൾക്കാരുടെ സഹായം സ്വീകരിക്കുക തന്നെ വേണം. അല്ലാതെ വളരെ പ്രിമച്വർ ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൊണ്ട് കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാവാൻ പറ്റുന്നില്ല. 18 വയസ്സാകുമ്പോൾ ഒരുപക്ഷെ അവർ വോട്ട് ചെയ്യാൻ, ഇപ്പം അവർ ചോദിക്കും, ഞങ്ങൾക്ക് വോട്ട് ചെയ്തൂടെ, ഞങ്ങൾക്ക് രാജ്യത്തിന്റെ ഭരണാധികാരി ആരാകണം എന്നുള്ള തീരുമാനം വരെ ഞങ്ങൾക്ക് എടുത്തൂടെ. ശരി, എടുക്കാം. ആ തീരുമാനം എടുക്കാൻ അവർ പ്രാപ്തരായി. പക്ഷെ ഇമോഷണലി അവർ മറ്റ് പല തീരുമാനങ്ങളും എടുക്കുന്നിടത്ത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധി വികാസം, ബ്രെയിനിന്റെ വികാസം വരാത്തത് കൊണ്ട് തന്നെ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മറ്റാരോടെങ്കിലും ചോദിച്ചിട്ടെടുത്താൽ നന്നാവും. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഈ ലഹരി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ സെലക്ഷനൊക്കെ വരും മുമ്പ് നിങ്ങൾ കമ്മിറ്റഡ് ആകും മുമ്പ് വീട്ടിൽ വന്ന് ആരുടെടുത്തെങ്കിലും ഒന്ന് സംസാരിക്കൂ, ഇങ്ങനൊരു കാര്യമുണ്ട്, ചെയ്താൽ നന്നായിരിക്കുമോ. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് എന്താ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്? അതും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ വരുമ്പോൾ നമ്മൾ എത്രയോ പേരെടുത്ത് ഡിസ്കസ് ചെയ്യുന്നു അത്രയും അത് നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഇൻഡിവിജ്വലിസത്തിന്റെ നാളുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കൊരു ഇൻക്ലൂസീവ് ആയിട്ട് ജീവിക്കാനുള്ളതിനേക്കാളും ഓരോ കുട്ടിയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. ഷോർട്ട് ടെമ്പേർഡ് ആണ്. കാര്യം ടോളറൻസ് ഇല്ല ആരുമായിട്ടും. ഞാൻ ഈ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞത് അവരാരെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഒരാൾ മുറി അടച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ മുറിയിൽ മാത്രം അടച്ചിരിക്കും. ആ റൂമിന്റെ സ്പേസിനകത്ത് പോലും വേറൊരാളും വരുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ഇൻഡിവിജ്വലിസം ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണോ എന്നാണ് പറയുന്നത്. ഞാൻ അതാണ് ചോദിച്ചത്. ആ ഒരു സ്പേസിലേക്ക് മാതാപിതാക്കൾക്ക് കടന്നു കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിർബന്ധമായിട്ടും അവരറിയണ്ടേ? ഉറപ്പായിട്ടും അവരറിയണം. കാര്യം എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഒരു റൂം അടച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതലേ അതിനെ അനുവദിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 വയസ്സിലോ അല്ലെങ്കിൽ 5 വയസ്സിലോ 6 വയസ്സിലോ നമ്മൾ സമ്മതിക്കുന്നില്ല. 7 വയസ്സിലോ 8 വയസ്സിലോ അങ്ങനെ ഇല്ല. അപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള കുട്ടികൾ പറയാനുണ്ട്, സോ ഇന്ത്യൻ പാരൻസിന് പ്രൈവസി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഒരു വീടിനകത്ത് പ്രൈവസി എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമ്മൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ വേറൊരു പബ്ലിക് പ്ലേസിലോ മറ്റൊരു സ്ഥലത്തോ ഇരിക്കുന്നത്, സ്വന്തം വീട്ടിലാണ്. എന്ത് പ്രൈവസി? അവിടെ നമ്മൾ ഒരാളുടെ വീട്ടിലോട്ട് പോകാൻ, ഒരാളുടെ റൂമിലോട്ട് പോകാൻ നമ്മൾ നോക്ക് ചെയ്തിട്ട് കയറി വേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അമ്മ ഞാനൊന്ന് ഡിന്നർ കഴിക്കാൻ കൂടെ വന്നിട്ട് വരേണ്ട അവസ്ഥ, ചോദിച്ചിട്ട് വരേണ്ട അവസ്ഥ എന്ന് പറയുന്നതൊന്നും നമ്മുടെ വാല്യൂ ആയിട്ട് അലൈൻ ചെയ്തു പോകുന്ന കാര്യങ്ങളല്ല. നമ്മൾ അങ്ങനെയല്ല. അപ്പൊ കുടുംബം എന്നുള്ളത് നമുക്കെന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സപ്പോർട്ടാണ്. കുടുംബമാണ് നമ്മളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത്. അവിടെ നമുക്ക് ആരും അപരിചിതരല്ല. നമ്മളെ അകം പുറം നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. അവരുമായിട്ടൊരു അപരിചിതത്വം വരുമ്പോഴും അവരിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊരു ഇൻഡിവിജ്വലിസം ഉണ്ടെന്നും അത് കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് എന്നും വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഒട്ടുമുക്കാലം തുടങ്ങുന്നത്. മറ്റത് എപ്പോഴും നമ്മുടെ കുടുംബ വ്യവസ്ഥ സ്ട്രോങ് ആണ്. ഇനി ഇതിനകത്ത് വേറൊരു രസകരമായ സംഗതി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് വാല്യൂസിനെ അട്ടിമറിക്കുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങിയിട്ട് അത് സംഘടിതമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപിത താല്പര്യത്തോടു കൂടിയുള്ള പെരുമാറ്റം തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് നാളുകളായി. അപ്പം കുടുംബത്തിന്റെ ബേസിക് സ്ട്രക്ചർ നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു സ്നേഹവും അതിനകത്തുള്ളൊരു ഇഴയെടുപ്പും നശിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഒരു സൊസൈറ്റിയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളിൽ നിന്ന് അന്യരായി പോകുന്നു. കുട്ടികളുടെ പുറത്ത് അപ്പോൾ മാതാപിതാക്കൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല. ഇത്രയും നാൾ നമുക്ക് ഡ്രഗ് ഒന്നും വലിയ ബുദ്ധിമുട്ട്, ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു മെനേഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ട്. അത് ഇന്ത്യയിലെ മാത്രമല്ല, ഭാരതത്തിലെ മാത്രമല്ല, എവിടെയാണെങ്കിലും ഉണ്ട്. ലോകമെമ്പാടും ഉണ്ട്. അതിന് നാളെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരിക്കലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അതുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം അത് ദോഷം ചെയ്തില്ല എന്ന് വെച്ചാൽ, ഇത്രയും നാളെ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ പുറത്ത് നല്ലൊരു സ്വാധീനമായിരുന്നു. ഇപ്പൊ കുടുംബങ്ങൾക്ക് വ്യക്തികളുടെ പുറത്തുള്ള സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് അണുകുടുംബമായി മാറിയതുപോലെ ഒരു സ്വാഭാവിക പ്രക്രിയയിൽ കൂടെ വന്നതല്ല. ഇപ്പൊ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ട് ഈ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. കുടുംബം കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത് സ്കൂളിലാണ്, അല്ലെ? അധ്യാപകരുമായിട്ടും സഹപാഠികളുമായിട്ടും. അവിടെയും ഈ തരത്തിലുള്ള ഒരു വലിയ അന്തരം പലയിടത്തും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാര്യം, പണ്ട് കാലങ്ങളിൽ ഒരു കൂട്ടം കൂട്ടുകാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 2 പേർ കൂടിപ്പോയാൽ ഒരു ഗ്യാങ്ങിനകത്ത് 2 or 3 പേർ, അതിനപ്പുറമില്ല. ഇതൊരു ഗ്യാങ്, അപ്പുറത്ത് മറ്റൊരു ഗ്യാങ്. ഈ ഗ്യാങ്ങിനുള്ളിൽ വലിയ രഹസ്യങ്ങളും കാര്യങ്ങളുമാണ്.
ഇവർ തമ്മിലുള്ള കുടിപ്പക പോലും ഉണ്ട് അല്ലേ സ്കൂളിൽ. ഈ ഗ്യാങ് വാർസിനെക്കാളും വലിയ ഫൈറ്റുകളാണ് സ്കൂളിലെ കുട്ടികളുടെ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഈ കുടിപ്പക എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഗൈഡ് ചെയ്യാൻ അധ്യാപകർക്ക് കഴിയാതെ പോകുന്നതാണോ? അധ്യാപകര് നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവർക്കൊരു ഈ നിസ്സഹായാവസ്ഥയിലാണ് എന്നുള്ളത് തന്നെ നമുക്ക് അതിനകത്ത് വേറെ കുറച്ച് അധ്യാപകരുടെ ഇടയിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു 35-40 കുട്ടികളുണ്ടെങ്കിൽ ഈ 40 കുട്ടികളെയും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് അധ്യാപകർക്ക് ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം, ഇയാളുടെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ പഠനത്തിൽ മോശമായിട്ടുള്ള ആളാണോ, പഠനത്തിൽ ഉന്നത നിലവാരം, അങ്ങനെ വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവ് അധ്യാപകർ. ഇന്ന് അങ്ങനെ ഒരു ശ്രദ്ധ ഈ ഇൻഡിവിജ്വൽ രീതിയിൽ ഒരു കുട്ടിക്കും കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നില്ല. അന്ന് കുട്ടിയെ മാത്രമല്ല കുട്ടിയുടെ പാരന്റ്സിനെയും കൂടെ അറിയാം. അച്ഛന്റെ പ്രശ്നം എന്താണ്, അമ്മയുടെ പ്രശ്നം എന്താണ്, ഒരുപക്ഷെ അവരുടെ നല്ല കൗൺസിലേഴ്സ് ആയിട്ടും കൂടെ ഈ അധ്യാപകരാണ് പെരുമാറിയിരുന്നത്. അപ്പം ഇന്നിപ്പോ ആ സാഹചര്യം മുഴുവൻ മാറി. അതാ പറഞ്ഞ വിദ്യാഭ്യാസ പരിഷ്കരണം വളരെ അശാസ്ത്രീയമായി. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അത് തകർക്കണം. അപ്പൊ ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രത്തിനെ ഇല്ലാതാക്കാൻ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണല്ലോ അടുത്ത ഈ രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് ആർക്കാണോ എന്നുള്ളത് മനസ്സിലാക്കി അതിനെതിരെ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ അതിനെ സജ്ജരാക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ജോലിയല്ല. കാര്യം ആ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്താലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി വന്നത് അധ്യാപകർ ചെയ്യും എന്ന് നമ്മൾ നോക്കിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ സ്വയമേവ ഇനി ആ പറഞ്ഞ പോലെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവരും ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ സനോജി സൂചിപ്പിച്ചതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല ക്വാളിറ്റി ടൈമാണ്. ക്വാളിറ്റി ടൈം അവരും കൊടുക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ അവരും എന്തെങ്കിലും മൊബൈലിലാണ്. ഇപ്പോൾ പലരും അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ വീട്ടിലെ പണികൾ ചെയ്യുമ്പോഴോ ഒരു മൊബൈൽ ഓണാക്കിയിട്ട് അതിലൊരു ന്യൂസോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പാട്ടോ കേൾക്കും. അപ്പോൾ ഈ കുഞ്ഞ് സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പലപ്പോഴും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ച് അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ ചുരുക്കമാണ്. ഒരുപക്ഷെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ തന്നെയും അവർ സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കൃത്യമായ ആശയവിനിമയം നടത്തുക അതിലിപ്പോൾ തുടക്കത്തിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇത്രയും നാൾ നമുക്ക് ശീലമില്ലെങ്കിൽ. പക്ഷെ അത് നമ്മൾ ചെയ്തു തന്നെ ആകണം. സംസാരിക്കാതെ നമുക്ക് വേറൊരാളുടെ മനസ്സിനകത്ത് അറിയാനുള്ള മാർഗമില്ല. ഇനി മാത്രമല്ല കുട്ടികളെ നന്നായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അവർ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നുണ്ടോ, പഴയതിനേക്കാളും കൂടുതൽ അവർ അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരു പീരിയോഡിക്കലി ടീച്ചേഴ്സിനെ വിളിച്ചൊന്ന് സംസാരിക്കുക. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ക്ലാസ്സിലെ പെരുമാറ്റം എങ്ങനെയുണ്ട്, പഠിത്തം എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പൊതുവെ അവരുടെ വൃത്തി, അവരുടെ പേഴ്സണൽ ഹൈജീനിൽ അവർ താഴോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടോ, നേരെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടോ, ആരൊക്കെയാണ് കൂട്ടുകാർ, ഇതൊക്കെ അറിയാനുള്ളൊരു ബാധ്യത ഒരു പാരന്റിനുണ്ട്. കുട്ടി എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിന്റെ സുഹൃത്തുക്കൾ ആരാണ്, ആരുടെ കൂടെയൊക്കെയാണ് പോണേ, ആ കുട്ടിയുടെ മാതാപിതാക്കള് എങ്ങനെയുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുട്ടികളിലൊരു വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപക്ഷെ നമുക്ക് അത് അറിഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അഡൽട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുട്ടിയെ രക്ഷിക്കുന്നതിനൊപ്പം ചിലപ്പോൾ നമുക്ക് ഒരു കുട്ടിയും കൂടെ രക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ്. ഇപ്പൊ പലരും വളരെ സെൽഫിഷ് ആയിട്ട് എന്റെ കാര്യം മാത്രം എന്ന് ചിന്തിക്കുന്നതിന് പകരം പണ്ടൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു വഴി കൂടെ നടന്നു പോയാൽ തന്നെ ആ വഴിയിലുള്ള എല്ലാ അമ്മൂമ്മമാരും എല്ലാ കുട്ടികളെയും ഒരേപോലെ. എക്സാക്ട് പോയിന്റിലോട്ടാണ് ഞാൻ വരായിരുന്നത്. കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത് ആദ്യം കുടുംബത്തിന്റെ കാര്യം, രണ്ടാമത് സ്കൂളിന്റെ കാര്യം, മൂന്നാമത് സൊസൈറ്റി. പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ പോകുന്ന ഓരോ കുട്ടിയും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇന്ന വീട്ടിലെ കുട്ടിയാണ്, അത് ഇന്ന കുട്ടിയാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും വേണ്ടായ്മ കാണിച്ചാലും കൃത്യസമയത്ത് അത് വീട്ടിലെത്തിക്കാൻ ആളുണ്ടായിരുന്നു. അതെ, അത് വീട്ടിലെത്തിക്കും. അത് കൃത്യമായ ഒരു ചോദ്യം ഉണ്ടാവും. ഇത് ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ പറഞ്ഞതുപോലെ ഒന്നാമത് കുട്ടികളെ ആർക്കും അറിയില്ല. ഒരു നാട്ടിൻ പുറത്താണെങ്കിലും സിറ്റിയിലാണെങ്കിലും അപ്പുറത്ത് താമസിക്കുന്ന കുട്ടി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്ക്. അത് ഈ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു മൊബൈൽ സംസ്കാരത്തിന്റെ ഒക്കെ മാറ്റമാണ്. രണ്ടാമത് ഇത് അങ്ങനെ അറിഞ്ഞിരുന്നാൽ കൂടിയും ഇങ്ങനെ പണ്ട് കാലത്തുള്ള ഈ അമ്മാവന്മാർ ചോദിക്കുന്ന പോലെ ഒന്നും ചോദിക്കാൻ ഇപ്പൊ ആരും ധൈര്യപ്പെടുന്നുമില്ല. മോൾ എവിടെ പോയിട്ട് വരുന്നു, ഒരു അസമയത്ത് വരുമ്പോ എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ തിരിച്ച് അയാൾക്കെതിരെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ബോക്സ് വന്നാൽ മതി. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം തിരിച്ചു. ഇപ്പൊ ധാർഷ്ട്യത്തിൻ്റെതായിട്ടുള്ള ഒരു മറുപടിയാണ്. വിനയമില്ല കുട്ടികൾക്ക്. അപ്പൊ അത് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സ്വഭാവമൊക്കെ വളർന്നു വരേണ്ടത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നാണ്. വീട് കഴിഞ്ഞാൽ പിന്നെ അവർ 5 വയസ്സ് മുതൽ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ
അധ്യാപകരുടെ കയ്യിലാണ്. അപ്പം ഈ മനുഷ്യനെ ഒരു സംസ്കൃത ചിത്തനായിട്ട് മാറ്റുക എന്നുള്ളതിന്റെ പ്രഥമമായിട്ടുള്ള ജോലി വിദ്യാലയങ്ങൾക്കാണ്. അല്ല, ഈ സൊസൈറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ബാലഗോപുരം പോലുള്ള കാര്യങ്ങൾക്ക് പോവുക, അല്ലെങ്കിൽ അമ്പലവുമായി ചേർന്ന് പ്രവർത്തിക്കുക. ഇപ്പം മറ്റ് മതസ്ഥരാണെങ്കിൽ അവരുടെ പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ മഹലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയാണ് അത് സമൂഹമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ആദ്യ പടികൾ. പക്ഷെ ഇന്നുള്ള കുട്ടികൾ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല. അവർ അവരുടേതായ ലോകത്താണ്. ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ടാവും, ഒരു പക്ഷേ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്നുണ്ടെങ്കിൽ ഡാൻസിനോ പാട്ടിനോ വയലിനോ പോകുന്നുണ്ടാവും. പക്ഷെ അത് കടുത്ത മത്സരത്തിൻ്റെതായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് അവരിയ്ക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സേവനം, സഹാനുഭൂതി അല്ലെങ്കിൽ ദയ, അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള എത്ര കാര്യങ്ങളിൽ കുട്ടികൾ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സ്കൗട്ടിംഗ് ഉണ്ട്, ഗൈഡിംഗ് ഉണ്ട്, NCC ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ കുറച്ച് ചോറിന്റെ പുതിയായിട്ട് RCCയിലോ മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോയി കൊടുത്താലും മതി. സർജിക്കൽ വാർഡിൽ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മനുഷ്യർ എന്താണ് എന്നുള്ളത് ഒരു ധാരണ കിട്ടും. അപ്പൊ ഇതൊന്നും ചെയ്യാതെ അവര് ഒരു ലോകത്ത്, അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ മാത്രമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. ഈ പറഞ്ഞ സിസ്റ്റംസ് എല്ലാം പരാജയപ്പെടുന്നതാണ് നമ്മുടെ നിയമത്തിന് ഒരു റോളുള്ളത്, ഇല്ലേ? ഇതെല്ലാം വഴിതെറ്റുന്നു എന്ന് കാണുമ്പോൾ പിന്നീടുള്ള ഒരു പരിരക്ഷ നൽകേണ്ടത് നിയമത്തിനാണ്. എന്തുകൊണ്ട് നിയമത്തിനും നമ്മുടെ സമൂഹത്തിനെ ഈ പറഞ്ഞ രീതിയിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല കേരളത്തിൽ? അതിനൊരു പരിമിതിയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിയമം കൊണ്ട് അല്ല, പൊതുവേ നമ്മൾ ഈ നർക്കോട്ടിക് കേസുകൾ പറയുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് പിടിച്ചാൽ ജാമ്യം കിട്ടാത്ത കേസാണെന്നാണ് ആദ്യമേ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെയും എന്തുകൊണ്ട് ഇവിടെ ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറുന്നു? അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വലിയൊരു ലൂപ്പ് ഹോൾ നിയമത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതെ, പിടിച്ചാലാണല്ലോ ശിക്ഷ കിട്ടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ല, പിടിക്കുന്ന എത്ര കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു ഇതിന്റെ ഒന്നും ബാക്കി പത്രം അറിയുന്നില്ലല്ലോ. പിടിക്കുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. പിടിച്ചിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ഇവർ പുറത്തിറങ്ങുന്നുണ്ടോ? പിടിക്കുമ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. പുറത്തിറങ്ങുന്നവരുമുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് അത് നമ്മുടെ കൺവിക്ഷൻ റേറ്റ് വളരെയധികം കൂടുതലാണെന്നും അത് ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് എത്രയാന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് അല്ല എന്നുള്ളൊരു പക്ഷവും തിരിച്ചു വരുന്നുണ്ട്. കാര്യം ഇവിടെ ശരിയായ ആൾക്കാരെ പിടിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ വളരെ സൂപ്പർഫിഷ്യൽ ലെവലിൽ നിൽക്കുന്ന ഡ്രഗ് സെല്ലേഴ്സിനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ തന്നെ നമ്മുടെ അമിത്ഷാജി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സൂപ്പർഫിഷ്യൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ അല്ല പിടിക്കേണ്ടത്. നിങ്ങൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിന്റെ അവസാനം വരെ നിങ്ങൾ പോയിട്ട് ഏറ്റവും അവസാനത്തെ വലിയ തിമിംഗലം ഉണ്ടെങ്കിൽ അയാളെ വരെ പിടിച്ചിട്ടേ അടങ്ങാവൂ എന്നുള്ള രീതിയിലുള്ളൊരു ശുഷ്കാന്തിയും ഒരു അങ്ങനെ രീതിയിലുള്ളൊരു മനോഭാവവും ഒന്നും നമ്മൾ പൊതുവെ ആർക്കും കാണാറില്ല. മിക്കവാറും 5 ഗ്രാം സാധനമായിട്ട് നിൽക്കുന്ന ആളെയോ അല്ലെങ്കിൽ 100 ഗ്രാം കഞ്ചാവുമായിട്ട് നിൽക്കുന്ന ആളെയോ പിടിക്കും, അവിടെ തീരും. അതിന്റെ പുറകിലോട്ടുള്ള ആരാണോ എന്നുള്ളൊരു ഹോംവർക്കോ ഒരു ഹാർഡ് വർക്കോ ഒന്നും നടക്കുന്നതായിട്ട് കാണാറില്ല. ഒരുപക്ഷെ ഇവരെ പിടിച്ച് ഇവരെ കൺവിക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കൺവിക്ഷൻ റേറ്റ് വളരെ വലുതാണോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ഈ ശിക്ഷിച്ച കൺവിക്ഷൻ റേറ്റ് 98% മുകളിലാണ്, 98% മുകളിൽ കൺവിക്ഷൻ റേറ്റ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് കേരളത്തിൽ ഇത്രയധികം ഡ്രഗ് കേസസ് ഇൻസിഡൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് 27,000 ചില്ലാനും കേസ് 2024 മാത്രം NDPS രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അത് സിസ്റ്റം എഫിഷ്യന്റ് ആയതുകൊണ്ട് മാത്രമല്ല അത് കാണിക്കുന്നത്, അത് ഇവിടെ ഇത്രയധികം അത് കൂടിയത് കൊണ്ട് അത് പിടിക്കുന്നതിന്റെ പ്രോബബിലിറ്റി കൂടിയതാണ്. പിടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു പോകുന്ന ഒരു കാര്യവും കൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു ആണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ലഹരി വേട്ട എന്നുള്ള പേരിൽ ഇപ്പോൾ എല്ലാ ദിവസവും അത്യാവശ്യം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് വരാൻ കണക്കാക്കിയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റ് എവിടെയായിരുന്നു? വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിക്കുന്നത്. കാര്യം ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് 2025 മാർച്ചിൽ അല്ലേ നമ്മുടെ PC വിഷ്ണുനാഥ MLA അദ്ദേഹം സഭയുടെ ബാക്കി ഉള്ള എല്ലാ പ്രൊസീഡിങ്സും നിർത്തിവെച്ച് ഈ ലഹരി എന്ന് ചർച്ചയ്ക്ക് വെക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ അത് ചർച്ചയ്ക്ക് എടുത്തു. അപ്പൊ ഇത് നമ്മൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഇതേ നമ്മുടെ PC വിഷ്ണുനാഥ MLA 2022 ഓഗസ്റ്റ് മാസത്തിലും ഇതുപോലെ സഭയില് ഉന്നയിച്ച വിഷയമാണ്. അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഭരണപക്ഷത്തിലുള്ള ആളാകട്ടെ എതിർപക്ഷത്തുള്ള ആളാകട്ടെ ഇങ്ങനെ ഒരു MLA ഉന്നയിക്കുമ്പോൾ മാത്രം ചർച്ചയ്ക്ക് എടുക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഇത്? കാര്യം ലഹരി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പുതിയ വിഷയമൊന്നുമല്ല. ഇപ്പൊ ഇതിന്റെ അക്രമ സംഭവങ്ങൾ കൂടി വന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് കാലാകാലങ്ങളിലായി ഇവിടെ ഉള്ള സംഭവമാണ്. ഇത് ഗവൺമെന്റിനും അറിയാം,
മറ്റ് പോലീസ് അധികാരികൾക്കും അറിയാം. അപ്പോൾ അതാ മഞ്ജുജി ഞാൻ പറഞ്ഞത്, ഇതൊരു അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഡ്രഗ് മാഫിയയും നമ്മുടെ ഗവൺമെന്റും തമ്മിലുണ്ട് എന്നുള്ള രീതിയിൽ. എന്തായാലും അത് ഇങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറിൽ നിന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു കമ്മിറ്റഡ് മീഡിയ എന്നുള്ള നിലയിൽ തത്വമയും ഇതിനോടൊപ്പം അണിചേരുകയാണ്. നമ്മളിതൊരു സീക്വലായിട്ട് തന്നെ ഈ ഒരു ലഹരി ക്യാമ്പയിൻ, അതായത് ഈ ലഹരി വരുന്ന വഴികൾ, ഇതിനെ എങ്ങനെയൊക്കെ തടുക്കണം, ഇതിന് എവിടെയൊക്കെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്നുള്ള കൃത്യമായ ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു സീക്വലായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, ഒരു ക്യാമ്പയിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത്. ഇതിൻ്റെ വരും എപ്പിസോഡുകളിൽ നമ്മൾ ഈ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ഫ്ലോറിൽ കൊണ്ടുവരികയും ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മഞ്ജുജി തന്നെ അതൊന്ന് നയിക്കേണ്ടിയും വരും ആ സമയത്ത്. ഉറപ്പായും. ഇന്നത്തെ നമ്മുടെ ഒരു തിരനോട്ടം മാത്രമാണ്, ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. വാസ്തവം പറഞ്ഞാൽ എന്താണ് ലഹരിയെന്നോ അതെങ്ങനെയാണ് സമൂഹത്തിനെ ബാധിക്കുന്നതെന്നോ ഈ പറഞ്ഞ പോലെ എവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നും എപ്പോൾ വിട്ടു നിന്നപ്പോഴാണ് ഈ ലഹരി നമ്മുടെ ഇടയിലേക്ക് ഇതൊരു രോഗാവസ്ഥയായിട്ട് കടന്നു വരാൻ തുടങ്ങിയത് എന്നുള്ള വിഷയങ്ങളെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. മാത്രമല്ല ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പല ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകളും ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കാതെ പോയത്. ഇപ്പം ഈ നമ്മൾ ഈ പറഞ്ഞ ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രവൃത്തി എന്ന് പറയുന്നത് കാണാനില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു MLAക്ക് 5 കൊല്ലത്തിന് ശേഷമോ അല്ലെങ്കിൽ 4 കൊല്ലത്തിന് ശേഷമോ അതേ ചോദ്യം വീണ്ടും അസംബ്ലിയിൽ ചോദിക്കേണ്ടി വരില്ലായിരുന്നു. എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണിക്കാൻ വരുമായിരുന്നു, ഇതാണ് അന്നും ഇന്നുമുള്ള സ്ഥിതിയിലുള്ള വ്യത്യാസം എന്ന്. പകരം NDPS കേസുകളിൽ ഇത്ര പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു പ്രൊജക്റ്റഡ് ഫിഗർ മാത്രമേ നമ്മുടെ മുമ്പിൽ കാണിക്കാനായിട്ടുള്ളൂ. വാസ്തവത്തിൽ എന്ത് മാറ്റമാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായത്? ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ 53 എത്രയോ കേസുകളിൽ പിടിച്ചതില് അറസ്റ്റ് ചെയ്തതില് അതിൽ 1/3 ഒരു ഒന്നിലധികം കേസുകളിലും ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ് അവർ ഈ അക്രമ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. അതും കൗമാരക്കാരും യുവാക്കളുമായിട്ടുള്ള ആൾക്കാർ എന്നുള്ളത് കാണുമ്പോൾ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് ഇതിനൊരു റെമഡി ആയിട്ട് ചെയ്തേ, അല്ലെങ്കിൽ ചെയ്യാൻ നേരത്തെ സനുജിത് സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളുടെ കൈകൾ കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും സമൂഹത്തിൻ്റെ ആണെങ്കിലും കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് അൺകവർ ചെയ്യുന്ന ഒരു സീരീസുമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. മറ്റാരും ഇത് ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും അൺകവർ ചെയ്യാനും എക്സ്പോസ് ചെയ്യാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഉറപ്പായിട്ടും തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മളത് ചെയ്തിരിക്കും. മറ്റാർക്കും ലഹരിയെ കോമ്പാറ്റ് ചെയ്യാനൊരു പ്ലാൻ ഇല്ലെങ്കിലും ഉറപ്പായിട്ടും നമ്മൾക്കുണ്ട്. ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആൻഡ് ആസ് റെസ്പോൺസിബിൾ മീഡിയ, ഷുവർ വി വിൽ ബി ഡൂയിങ് ഇറ്റ്. ഈ പറഞ്ഞതുപോലെ കെട്ടപ്പെട്ട കൈകളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതിനായി ഈ ശക്തമായ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും. വരും എപ്പിസോഡുകളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. നമസ്കാരം.